നമസ്കാരം. ഇന്ത്യയിലേക്ക് ഉടൻ സന്ദർശനം നടത്തുമെന്ന ഇലോൺ മസ്കിന്റെ തീരുമാനം മാറിമറിഞ്ഞിരിക്കുകയാണ്. മസ്കിനെ ചൈന മറിച്ചു എന്ന വാദം ഇപ്പോൾ ശക്തമായിട്ട് ഉയരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യ സന്ദർശനം മാറ്റിവെച്ച് ബിസിനസ് ചർച്ചകൾക്കായി ഇലോൺ മസ്ക് ചൈനയിലേക്ക് പോയത്? ഈ ചോദ്യം ഇപ്പോൾ ശക്തമാണ്. ഇന്ത്യ സന്ദർശനം മാറ്റിവെച്ചതിന് ഒരാഴ്ചത്തേക്ക് മുമ്പേ ചൈനയുമായി കൂടിക്കാഴ്ച നടത്താൻ ചർച്ചകൾ നടത്താൻ ചൈനയിലേക്ക് പറഞ്ഞിരിക്കുകയാണ് ഇലോൺ മസ്ക്. ഇന്ത്യ സന്ദർശനം മാറ്റിവെച്ചതിന് ഒരാഴ്ചത്തേക്ക് മുമ്പെയാണ് ചൈനയുമായി കൂടിക്കാഴ്ച നടത്താൻ ചർച്ചകൾ നടത്താൻ ഇലോൺ മസ്ക് ചൈനയിലേക്ക് എത്തിയത്. രാജ്യാന്തര വ്യാപാര ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ചൈനീസ് സമിതിയുടെ ക്ഷണം സ്വീകരിച്ചാണ് മസ്ക് ചൈനയിലേക്ക് എത്തിയതെന്നാണ് വിവരം. മസ്കിന്റെ ഇലക്ട്രിക് വാഹന കമ്പനിയായ ടെസ്ലയുടെ ചൈനീസ് വിപണി വികസനം ലക്ഷ്യമിട്ടുള്ള കൂടിയാലോചനകളാണ് ചർച്ചയിൽ നടന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ത്യയിൽ ടെസ്ല ഫാക്ടറി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു മോദിയുമായിട്ട് മസ്ക് കൂടിക്കാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്നത്. 16,700 കോടി രൂപ മുതൽ 25,000 കോടി രൂപ വരെ വില വരുന്ന ഇലക്ട്രിക് കാർ പ്ലാന്റിനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിനായിട്ട് ഒരു സംഘത്തെ ഇന്ത്യയിലേക്ക് അയക്കാൻ മസ്ക് പദ്ധതിയിടുന്നു എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഗുജറാത്ത്, തമിഴ്നാട്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാകും ഈ പഠനം നടത്തുക എന്നും പറഞ്ഞിരുന്നു. $500 മില്യൺ നിക്ഷേപിച്ച് 3 വർഷത്തിനുള്ളിൽ തന്നെ ആഭ്യന്തര ഉൽപാദനം ആരംഭിക്കാനാണ് കമ്പനി ലക്ഷ്യം വെക്കുന്നതെന്നായിരുന്നു വിദഗ്ധർ അന്ന് പറഞ്ഞത്. എന്നാൽ ഈ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് മസ്കിന്റെ ചൈനയിലേക്കുള്ള പോക്ക്. പക്ഷേ മസ്കിന്റെ നീക്കത്തിൽ ഇന്ത്യ തളരില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇന്ത്യയെ തളർത്താൻ മസ്കോ ചൈനയോ വിചാരിച്ചാൽ സാധിക്കില്ല എന്നതാണ് അടിവരയിട്ട് പറയേണ്ടത്. ലോകത്തെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന വിപണിയാണ് ഇന്ത്യ. കഴിഞ്ഞ വർഷം രാജ്യം വൈദ്യുത വാഹന വിൽപ്പനയിൽ ഗണ്യമായ ഉയർച്ചയാണ് രേഖപ്പെടുത്തിയത്. 1.5 ദശലക്ഷത്തിലധികം യൂണിറ്റുകൾ വിറ്റു. 2022 നിന്ന് 50% കുതിപ്പാണുണ്ടായത്. ഇന്ത്യയുടെ വാഹന വിൽപ്പനയിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള മൊത്തത്തിലുള്ള വിഹിതം 1.75 നിന്ന് 2023 6.38% കുത്തനെയാണ് ഉയർന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ കുതിച്ചുചാട്ടം വലിയ രീതിയിൽ തന്നെയാണ്. അതേപോലെ തന്നെ EVയുടെ കുതിച്ചുചാട്ടം നയിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളാണ് എന്നും പറയണം. കണക്കുകൾ പരിശോധിക്കുമ്പോൾ രണ്ടാം പാദത്തെ അപേക്ഷിച്ച് 2024 സാമ്പത്തിക വർഷത്തിന്റെ 3-ാം പാദത്തിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണിയിൽ 34.42% വർധനയുണ്ടായത്. 2030ഓടെ ചൈനയെയും അമേരിക്കയും പിന്തള്ളി ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന വിപണിയായിട്ട് ഇന്ത്യ മാറുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണ് ഇന്ത്യയുടെ ഓരോ നീക്കവും. ഇലക്ട്രിക് വാഹന വിപണി 49% വാർഷിക വളർച്ചാ നിരക്കിൽ വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് 2030ഓടെ 10 ദശലക്ഷം യൂണിറ്റിന്റെ വാർഷിക വിൽപ്പനയിലേക്ക് നയിക്കുമത്രേ. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ വിപുലീകരിക്കുന്നതിനുമുള്ള വമ്പൻ പദ്ധതികൾ ഇന്ത്യ അവതരിപ്പിക്കുമെന്നും വിവരമുണ്ട്. ഇന്ത്യയിലെ EV വിപ്ലവത്തിന് പുതിയ സംഭരണം, വിതരണം, ലോജിസ്റ്റിക്സ് സൗകര്യങ്ങൾ എന്നിവ അത്യാവശ്യമാണ് എന്നും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് രാജ്യം പുതിയ നീക്കങ്ങളിലേക്കും പദ്ധതികളിലേക്കും കടക്കുന്നതും. കാര്യക്ഷമമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള നീക്കങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഇലക്ട്രിക് വാഹന മേഖലയിൽ വമ്പൻ ശക്തിയായി മാറുന്നതിനുള്ള നിർണായകമായ പാതയിൽ തന്നെയാണ് ഇന്ത്യ. ഗവൺമെന്റിന്റെ സുപ്രധാന സംരംഭങ്ങളും സ്റ്റാർട്ടപ്പുകളുടെ നവീകരണവും ഒക്കെ മുൻനിർത്തി ശ്രദ്ധേയമായ മുന്നേറ്റം നടത്താനാണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത്. അപ്പോ മസ്കിന്റെ ഇടപെടൽ ഇല്ല എങ്കിലും ഇന്ത്യയിൽ കാര്യമായ പുരോഗതി ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ചൈന മസ്കിനെ മറിക്കാൻ ശ്രമിച്ചാലും, ചൈന ഇന്ത്യയെ തോൽപ്പിക്കാൻ എത്രത്തോളം പ്രവർത്തികൾ ചെയ്താലും ഇന്ത്യയുടെ മുന്നേറ്റം തുടരുക തന്നെ ചെയ്യും. ഇന്ത്യക്ക് ആരെയും ആശ്രയിക്കാതെ തന്നെ, അതായത് ചൈനയെ പോലെയുള്ള ശത്രു രാജ്യങ്ങളെ ആശ്രയിക്കാതെ ചൈനയ്ക്ക് ചുട്ട മറുപടി കൊടുത്തുകൊണ്ട് തന്നെ നല്ല നീക്കങ്ങൾ നടത്താൻ സാധിക്കുമെന്നതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ ഒക്കെ ഒരു അതിപ്രസരം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ആ വാഹനങ്ങളുടെ ഒക്കെ, അതായത് പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ കാലം ഇനി അധികമില്ല എന്ന് പറയുന്നവരും ഏറെയാണ്. അതിൽ വസ്തുതകൾ ഒരുപാടുണ്ട്. കാരണം ലോകമെമ്പാടും ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തേക്കും ആ ഒരു മാറ്റം ഉണ്ടാകും. അതിനുള്ള ചുവടുകൾ തന്നെയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉൽപാദന ചിലവ് ഗണ്യമായി കുറയുകയും പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ വിലയിൽ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ ലഭ്യമാക്കുവാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2027 ആകുമ്പോഴേക്കും വലിയ മാറ്റങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്.
ഇലക്ട്രിക് വാഹനങ്ങളുടെ വില വലിയ രീതിയിൽ കുറയാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട്. ഉൽപാദന പ്രക്രിയയിൽ വരുന്ന മാറ്റങ്ങളും അതേപോലെ പുതിയ സാങ്കേതിക വിദ്യകളും ഒക്കെ ഇതിനെ സഹായിക്കുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. EV ഉൽപാദനവുമായി ബന്ധപ്പെട്ട നിർമ്മാണ രീതികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഗവേഷണങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ശക്തമായ നീക്കങ്ങൾക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇലക്ട്രിക് വാഹന മേഖലയിൽ വമ്പൻ മാറ്റങ്ങൾ, കുതിച്ചുചാട്ടം ഉണ്ടാക്കുവാൻ തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യവും. അപ്പോൾ മസ്ക് വരാതിരിക്കുന്നത് ഇന്ത്യയെ അങ്ങനെ ബാധിക്കില്ല. അത് വിചാരിച്ചിട്ടാണ് ചൈന ഇക്കണ്ട കുതന്ത്രങ്ങളൊക്കെ മെനയുന്നത് എന്ന് കരുതിയാൽ ചൈനയെ പുച്ഛത്തോടെ നോക്കാൻ മാത്രമേ ഇന്ത്യക്ക് സാധിക്കുകയുള്ളൂ. ഇന്ത്യയെ തളർത്താൻ, ഇന്ത്യയെ തോൽപ്പിക്കുവാൻ, ഇന്ത്യൻ മേഖലകളിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ നീക്കങ്ങളെ തകർത്ത് കളയാൻ ചൈനയ്ക്ക് സാധിക്കില്ല. അതാര് വിചാരിച്ചാലും സാധിക്കില്ല എന്ന് തന്നെയാണ് രാജ്യം വിളിച്ചു പറയുന്നത്.